പുറത്തുള്ള ആളുകൾ മർദ്ദിച്ചതാണ്. അല്ലാണ്ട് ഓലെ കൈ കൊണ്ടടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവില്ല. ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് അതാണ് നമ്മൾ കൊലപാതകം ആസൂത്രിതമാണെന്ന് പറയാനുള്ള കാരണം ഇത് അന്ന് നടന്ന സമയത്ത് അവരുടെ പേരൻസുകൾ അവിടെ ഉണ്ട്. പിന്നെ നീ പോയിട്ട് ചെയ്തു വാ, അത് ഒരു പ്രചോദനം അവർ കിട്ടിയിട്ടാണ് അവർ പോണത്. കണ്ട കാഴ്ചക്കാരായത് അവർക്കും പറയാൻ പേടിയുള്ളത് കൊണ്ട് ആരും പുറത്ത് പറയുന്നില്ല. ഇവർ സംഘം ചേർന്ന് അവരെ പോയി ആക്രമിക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇത് ഷഹബാസിന്റെ വിഷയമാണ്. ഈ ഒരു കേസിലാണെങ്കിൽ ഈ പ്രതികളെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ഒരിക്കലുമല്ല. നിങ്ങൾ ഇവരെ ഈ പയ്യന്മാരെ ആണെങ്കിൽ കുറ്റപ്പെടുത്താനെ കൊണ്ട് കണ്ടെത്തുന്ന കാരണങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഒരു വിഷയത്തിൽ ഈ പറയുന്ന ഈ പ്രതികളായിട്ടുള്ള ഇവന്മാരുടെ പേരൻസിൻ്റെ ഭാഗത്തുള്ള വലിയ വീഴ്ചകൾ കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ പറയുന്ന പേരൻസും ഇതിൽ പ്രതികളാണോ എന്നുള്ളതാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആ ഒരു വാപ്പ അല്ലെങ്കിൽ ഈ പറയുന്ന ഷഹബാസിന്റെ വാപ്പ പറയുന്ന കാര്യം ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പ് ബൈറ്റ് പ്ലേ ചെയ്യാം. ഇവിടെ പൊതുവെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഒരു ഗുണ്ട ഒരു ഇതിലാണ് വരുന്നത്. കൊട്ടേഷൻ സംഘം അതിലെ മക്കളുകളാണ്. ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സംഘം ചേർന്ന് പോയി മർദ്ദിക്കുക, മറ്റൊരാളെ ഭയപ്പെടുത്തുക എന്നുള്ള സംസാര ശൈലിയാണ് ഇവിടെ പൊതുവെ നടക്കുന്നത്. ലഹരി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു ഏരിയ താമരശ്ശേരി. ഈ താമരശ്ശേരി ഇവിടുത്തെ ഗുണ്ടായിസം അല്ലെങ്കിൽ ഡ്രഗ് ഡീലേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോക്കകത്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സ്വന്തം അമ്മേനെ ആണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചതിൻ്റെ ആയിരിക്കും അങ്ങനെ അതിൻ്റെ അഡിക്ഷനൊക്കെ ഉള്ള ഒരുത്തനാണെങ്കിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ഒരു കേസ് ഈ അടുത്ത് കഴിഞ്ഞ മാസം നടന്നൊരു സംഭവമാണ്. അന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അവിടുത്തെ ആ ഒരു ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ന്യൂസിലോട്ട് നമുക്ക് വരാം. ഞായറാഴ്ചയാണ് ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടാകുന്നത്. ഞായറാഴ്ച ഈ താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ ഒരു പരിപാടി നടക്കുന്നു. അത് ഈ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ പരിപാടിക്കിടെ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. പക്ഷേ ആ പരിപാടി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ആ പരിപാടി അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ വന്നത്. ഈ സമയത്ത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനെ കൂകി വിളിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വലിയ പ്രശ്നമായി ഫീൽ ചെയ്തു. അവർക്ക് അതൊരു അപമാനമായി അനുഭവപ്പെട്ടു. തുടർന്ന് രണ്ട് വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ അധ്യാപകർ ഇടപെട്ട് ആ രംഗം ശാന്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതൊരു പകയായി വളരുന്നു. അവരൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഈ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സ്ആപ്പിലും ഒപ്പം ഇൻസ്റ്റാഗ്രാമിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പിൽ അവർ ഒരു ആഹ്വാനം നടത്തുകയാണ്. തങ്ങളെ കൂകി വിളിച്ച് അപമാനിച്ച മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, അവരെ നമുക്ക് ആക്രമിക്കേണ്ടതുണ്ട്, അവർക്കൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഇവന്മാർ ഈ പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് പാട്ട് നിന്ന് പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ അതൊക്കെ ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ എടുക്കേണ്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. ആ ഒരു സാധനങ്ങൾ ഇവന്മാർ ഇത്ര വലിയ പ്രതികാര രീതിയിലുള്ള ഇത് എടുത്തേക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ മറ്റേ ബുക്കിൽ അടുത്തിരിക്കുന്ന കൂട്ടൻ്റെ ബുക്കിൽ ഒരു പേരയും കൊണ്ടൊരു വരവായിരിക്കും. അപ്പോൾ അവൻ നമ്മുടെ ബുക്കിലാണെങ്കിൽ കുറച്ചുകൂടെ വലിയ വരവായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് അതിനേക്കാൾ വലുതായിരിക്കും. പിന്നെ ലാസ്റ്റ് ബുക്ക് വലിച്ച് കീറും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ലാസ്റ്റ് ടീച്ചർ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേർക്ക് അടി കിട്ടും. വൈകുന്നേരം സ്കൂൾ വിട്ട് പോകാൻ നേരമാണെങ്കിൽ ഞങ്ങൾ രണ്ടും തോളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അത്രമാത്രമായിട്ട് അങ്ങനത്തെ ആ ഒരു സ്കൂൾ ടൈമിലെ വഴക്ക്, പിന്നീട് കോളേജിലെ കാര്യം പറയുന്നില്ല, സ്കൂൾ ടൈമിലെ വഴക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയൊരു വൈരാഗ്യ രീതിയിലോട്ട് മാറുകയാണ്. പിന്നെ കുറേ ആൾക്കാർ ഈ പറഞ്ഞ ട്യൂഷൻ സെൻറ്റർ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടത്തിയതിനെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയതിൽ എന്താണ് പ്രശ്നം? എന്താണ് കാര്യം? നമ്മൾ കുറച്ച് പ്രോഗ്രസീവായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ അടച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന 4 ചുവരുകൾക്കുള്ളിൽ ടീച്ചർമാർ പറയുന്നത് ഇങ്ങനെ നമ്മൾ മസിലും പിടിച്ച് നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനുള്ള ഒരു നിമിഷങ്ങളിലൂടെ വേണ്ടേ? അതിനുവേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന കലോത്സവങ്ങളാണെങ്കിലും സ്കൂളിൽ നിന്നുള്ള ടൂർ ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഒരു ട്യൂഷൻ സെന്ററിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പിന്നെ ട്യൂഷന് വിടേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ട്യൂഷന് പോയാലായിരിക്കും പഠിക്കാൻ പറ്റുക. പിന്നെ ചില ട്യൂഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും മനസ്സിലാവാത്ത ചില ട്യൂഷൻ സെന്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോഴും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയതിന് അതിനെ വിമർശിക്കുന്നതിൽ എനിക്ക് വലിയ ഈ പറയുന്ന ലോജിക് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല. മിനിയാന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടേക്ക് ഈ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്നത്. താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നു. ഒപ്പം തന്നെ അവിടെ ഈ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ഷഹബാസിനെ വീട്ടിലെത്തി ഈ കൂട്ടുകാർ കൊണ്ടുപോകുന്നത്. ഷഹബാസ് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, അയാൾ അവിടെ പഠിക്കുന്ന ഒരാളല്ല. പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷഹബാസ് ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം ഉടലെടുക്കുകയാണ്. അതാണ് ഷഹബാസ് ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല. ഷഹബാസിനെ ഇവന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചുകൊണ്ട് പോയതാണ്, കൊല്ലാനെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയവരാണ്. ഓക്കെ, ഈ പുന്നാര മക്കൾ ഇവനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കിനെ അവന്മാർക്ക് എന്നാൽ തിരിച്ച് അതേപോലെ കൊണ്ടുവരണം എന്നുള്ളൊരു ബോധമെങ്കിലും ഇവന്മാർക്ക് ഉണ്ടാവണ്ടേ? ഓക്കെ, അടിക്കാനോ പിടിക്കാനോ എന്തോ ആയിക്കോട്ടെ. എടാ കൂട്ടുകാരല്ലേടാ നീയൊക്കെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയൊക്കെ ഇടിയാൻ പോകണമെങ്കിൽ നീയൊക്കെ പോകും. ബാക്കിയുള്ളമാരെ എന്താണ് 10 ആളുടെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഈ പറയുന്ന സാമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിരപരാധിയായിട്ടുള്ള ഒരു പയ്യനല്ലേ ഇപ്പൊ മരണപ്പെട്ടേക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 5 or 10 പേരടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഈ ഷഹബാസിനെ വളഞ്ഞിട്ടടിക്കുകയാണ്, പുറത്തടിക്കുന്നുണ്ട്, തലക്കടിക്കുന്നുണ്ട്. ഈ മർദ്ദനത്തിനിടയിലാണ് ഷഹബാസിന് ഗുരുതരമായി തലയ്ക്ക് പരിക്ക് പറ്റുന്നത്. എടാ 5 or 10 പേരോ ചേർന്നാണ് ഒരു പയ്യനെ അടിക്കുന്നത്. നിനക്കൊക്കെ ഒരു തന്തയ്ക്ക് പറഞ്ഞവന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഇടിക്കണം. ഓക്കെ, നിനക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇത് 10 പേര് കൂടി ചേർന്ന് ഒരുത്തനെ ഇടിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്
നിനക്കൊക്കെ എന്താണ് നിന്നെയൊക്കെ എന്ത് പേരിട്ടാണ് നിന്നെയൊക്കെ വിളിക്കണ്ടേ? അതിനുശേഷം അവിടെ നിന്ന് ഷഹബാസിനെ ഈ പ്രശ്നം കണ്ട നാട്ടുകാർ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. പക്ഷേ ഈ കുട്ടികൾ അവിടെ നിന്ന് മടങ്ങി പോകാൻ തയ്യാറാകുന്നില്ല. അവർ തൊട്ടപ്പുറം ഏതാണ്ട് 4-5 മീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് വെച്ച് റോഡിൽ വെച്ച് വീണ്ടും തല്ലുകൂടുകയാണ്, ഏറ്റുമുട്ടുകയാണ്. അവിടെ നിന്നും നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടെ വെച്ചും തമ്മിൽ തല്ലുകയാണ്. ഇങ്ങനെ 3 ഇടങ്ങളിൽ വെച്ചാണ് ഈ വ്യാഴാഴ്ച താമരശ്ശേരിയിൽ സംഘർഷമുണ്ടായത്. അതിൽ പിന്നെ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്ക് പറ്റുന്നു. ഷഹബാസിനെ വിദ്യാർത്ഥികൾ, അതായത് ഒപ്പമുള്ളവർ ചേർന്ന് ഷഹബാസിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള കാര്യം ഒന്നും ഈ കൂട്ടുകാർ ബന്ധുക്കളോട് പറയുന്നില്ല, അച്ഛനോടും അമ്മയോടൊന്നും പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അവർ വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് കരുതുന്നു. പക്ഷേ പിന്നീട് രാത്രി ആയപ്പോഴാണ് ഷഹബാസ് ഛർദ്ദിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ആക്രമണത്തിലേക്ക് ചുരുളടി. ഇത്രയും വലിയൊരു ക്രൂരത. ഓക്കെ, അപ്പോഴും ഈ വിളിച്ചോണ്ട് പോയ പുന്നാര മക്കൾ ഇവൻ അടി കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇവന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ടെന്നോ വളരെ കൃത്യമായിട്ട് നോക്കേണ്ടതല്ലേ കൂട്ടുകാരാണ് പോലും. ഇങ്ങനെയാണോടാ കൂട്ടുകാരന്മാർ ചെയ്യേണ്ടത്? നീയൊക്കെ അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും ഇവന്മാരെ 10 പേര് ചേർന്ന് ഇവനെ അടിക്കുമ്പോൾ പോലും ഷഹബാസ് ഒറ്റയ്ക്കായിരുന്നു. അവൻ ഒറ്റയ്ക്ക് ഇന്ന ബാക്കിയുള്ളവന്മാരെ ഇങ്ങനെ പ്രതിരോധിച്ചത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൂട്ടുകാരന്മാർ ഇതുപോലെ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്തേക്കിന് ഇറങ്ങി പോകുന്നതിന് മുന്നേ വീട്ടിലൊരു അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള സാധനം നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഒരു ചോരത്തളപ്പ് ഉണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവന്മാർ ഈ പറയുന്ന മാരകായുധങ്ങളുമായിട്ട് വന്നിട്ട് നമ്മളെ വേറൊരു രീതിയിലാണ് കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര കേസുകൾ ഓരോ ദിവസം വാർത്തയ്ക്കകത്ത് നിങ്ങൾ കേൾക്കുന്നതാണ്. ആൻഡ് ഈ പയ്യൻ ഷഹബാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണെങ്കിൽ ഈ പയ്യന്മാരെ ഈ അടിച്ച പയ്യനുണ്ടല്ലോ അവനടുത്താണെങ്കിൽ വിളിച്ചിട്ട് ക്ഷമ ചോദിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഷഹബാസ് എങ്കിൻ്റെ പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട് എൻ്റെ സീൻ്റെതാ ഇനി ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇനി ഒന്ന് ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പോൾ നിങ്ങൾ എംജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇനി എന്നെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. ഇതിനകത്ത് ഇവൻ പറയുന്നത് പ്രകാരം നീ ഇങ്ങോട്ട് വന്നിട്ട് നീ എൻ്റെ അടുത്ത് മാത്രം ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു സാധനവും പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഷഹബാസിനെ വിളിച്ചുകൊണ്ട് പോയത് അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ടീംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ 4 ആളുടെ മുന്നിൽ ഏതെങ്കിലും ഒരുത്തിനെ ഇടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരാണെങ്കിൽ ഒരുത്തിനെ ഇടിച്ച് ഞാൻ ഭയങ്കര മാസ് ആണെന്ന് 4 ആളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കുമ്പോഴത്തേക്കിന് ഞങ്ങളപ്പോൾ അവിടെ അടിയുണ്ടാക്കാൻ പോയി ഇവിടെ അടിയുണ്ടാക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞ് ആനന്ദം കൊള്ളുന്ന ചില ടീംസ് ഉണ്ട്. അതേപോലെയാണ് ഇപ്പം ഇപ്പുറത്താണെങ്കിലും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ അടിച്ചെങ്കിൽ ഈ ഒരു പയ്യൻ അടിച്ചപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പയ്യൻ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം അവിടുത്തെ ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് ഈ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു വാപ്പ വന്ന മീഡിയസിന്റെ മുന്നിൽ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. പുറത്തുള്ള ആളുകൾ മർദ്ദിച്ചതാണ്. അല്ലാണ്ട് ഓരോ കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് അതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇല്ലേ, ഡോക്ടർമാർ തന്നെ പറഞ്ഞാണ് കാര്യം. അവന്മാരുടെ കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കാര്യം സംഭവിക്കും. അപ്പോൾ ഈ നെഞ്ചക്കിന്റെ സാധനം അതൊക്കെ വെച്ചിട്ടാണ് അടിക്കുന്നത് എന്നുള്ളത് ഇവന്റെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ഇവന്മാരുടെ 2 പേരുടെ ഒരു കോമൺ ഫ്രണ്ട്. ഓക്കെ, അതായത് അപ്പുറത്തെ ടീമിന്റെ ഇപ്പുറത്തെ ടീമിന്റെ കോമൺ ഒരു ഫ്രണ്ട് അവൻ പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം. നെഞ്ചക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ഈ മുൻപ് എന്തെങ്കിലും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയോ? കാരണം വലിയൊരു ആയുധം ഉപയോഗിച്ചിട്ടാണല്ലോ ആക്രമിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അറിയോ? ഇങ്ങനെ ഗ്രൂപ്പിൽ 1v ആയിട്ട് ഇട്ടീനും ഓരോ ആയുധങ്ങൾ കയറ്റി. ഞാൻ പറഞ്ഞു ഇതൊന്നായിട്ട് പോകണ്ട, തല്ലിനെ പോകണ്ടായിരുന്നു. ആരോട്? ഈ മോന്റെ സ്കൂളിലെ കുട്ടികളോടാണ് പറഞ്ഞത്? അപ്പോൾ അവരെന്ത് പറഞ്ഞു? അവര് ഓരോന്നും മിണ്ടിയില്ല. അല്ല, ഇവന്മാർക്ക് ഈ പറയുന്ന നെഞ്ചക്ക് പോലുള്ള ഈ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഇവന്മാർക്ക് എവിടെ നിന്നാണ് ഈ കിട്ടുന്നത്? ഈ പയ്യൻ ഇവനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവൻ വിഷമിച്ചിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോഴും ആലോചിച്ച് നോക്കുക, ഇവന്മാരുടെ 2 പേരുടെയും കോമൺ ഫ്രണ്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ ഇവന്മാരെ നെഞ്ചക്കിൻ്റെ സാധനമൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പിൽ ഇടുമ്പോൾ പോലും ഈ സാധനങ്ങളൊക്കെ ആണെങ്കിലൊക്കെ വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ 2 കൂട്ടുകാരെ ഒന്ന് അറിയിക്കാനുള്ളൊരു മര്യാദ ഉണ്ടാവണ്ടേ ഇവന്? അതും ഇപ്പം ഈ കുട്ടീനെ ആണെങ്കിൽ മോശമായിട്ട് അല്ലെങ്കിൽ അത്രയും വലിയ കുറ്റപ്പെടുത്തുന്നതല്ല. അവൻ ആ ഒരു മാനസികാവസ്ഥയിൽ ചിലപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് പോയതായിരിക്കാം. അപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അത് നിങ്ങൾ കാണിക്കണമല്ലേ? കാര്യം നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളല്ലേ. ഇനി ഇതിനെ കുറിച്ചിട്ട് ഈ പയ്യൻ്റെ ആണെങ്കിൽ ഷഹബാസിൻ്റെ അച്ഛൻ പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇനി കേൾക്കേണ്ടത്. കൊലപാതകം ആസൂത്രിതമാണെന്ന് പറയാനുള്ള കാരണം ഇത് അന്ന് നടന്ന സമയത്ത് അവരുടെ പേരൻസുകൾ അവിടെ ഉണ്ട്. ഓക്കെ, ഈ പ്രതികളുടെ പേരൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഇത് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആയുധങ്ങൾ അവർ ഈ പേരൻസിൻ്റെ ആളുകൾ ഉപയോഗിച്ച ഓരോ ആയുധങ്ങളും അവർക്ക്
കൈ കിട്ടുകയാണ്. വീട്ടിൽ പോയി പോലീസ് കണ്ടെടുത്തെന്ന് പറയുന്നുണ്ട്. കേട്ടില്ലേ? പേരൻസ് ഉപയോഗിച്ച ഓരോ ആയുധങ്ങളും ഇവർക്ക് കിട്ടുകയാണ്, പോലീസ് അവിടെ പോയി കണ്ടെത്തുന്നത് എന്നുള്ള രീതിയിൽ അച്ഛൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവന്മാർക്ക് എവിടെ നിന്നാണ് ഈ പറയുന്ന ഈ ആയുധങ്ങളൊക്കെ ഇവന്മാർക്ക് കിട്ടുന്നത്? അതുകൊണ്ട് 100% ഇതിന്റെ പിന്നിൽ അവരുണ്ട്, അവരെ കൈകളുണ്ട്, അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിന് പോകുന്നത്. ഈ രക്ഷിതാക്കൾ അത് മുന്നേ നീ പോയിട്ട് ചെയ്തു വാ, അത് ഒരു പ്രചോദനം അവർ കിട്ടിയിട്ടാണ് അവർ പോകുന്നത്. അതല്ല തടഞ്ഞു വെക്കാൻ പോകാൻ പാടില്ല. എനിക്കെന്ത് വിഷയമാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുക, അവർ മുൻകൈ എടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല, അത് സോൾവ് ആയി പോകുന്ന വിഷയമുള്ളൂ. ഓക്കെ, ഇപ്പം ഇവരുടെ ഈ ഒരു പേരൻസിനാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ എല്ലാ നാട്ടിലുണ്ടാകും കുറേ അണ്ണന്മാരുണ്ടായിരിക്കും. ഓക്കെ, ഈ പറയുന്ന വലിയ രക്ഷകനായിട്ട് ഹീറോ കളിക്കാൻ വരുന്ന കൊച്ചു പിള്ളേർക്കിടയിലാണെങ്കിൽ ഒരു ഹീറോ കളിക്കാൻ വരുന്ന കുറേ അണ്ണന്മാരുണ്ട്. ഓക്കെ, കൊച്ചു പിള്ളേരുടെ എന്തെങ്കിലും വിഷയമാകുമ്പോൾ ഒക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരല്ല, അവരെ പോയി എന്തായാലും നമുക്ക് ഇരിക്കാൻ പറ്റും, അത്രയ്ക്കുള്ള ആരോഗ്യമുള്ളൂ. അവരുടെ അടുത്ത് പോയിട്ട് വലിയ ഷോയും വേലയും കാണിക്കുന്ന കുറേ അണ്ണന്മാരുണ്ട്. ഈ അണ്ണന്മാരെ നമ്മിട്ടിരിക്കുന്ന ഇതുപോലത്തെ കുറച്ച് പയ്യന്മാരും ഉണ്ട്. ഓക്കെ, അങ്ങനെ പോയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ പറയുന്നൊരു സാധനം വെച്ചാൽ ഇതിനകത്ത് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഗുണ്ടകളായിട്ടുള്ള പേരൻസ് ആണെന്നുള്ള ഇതിലേക്ക് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴും ഓക്കെ, ഈ ഒരു കേസിലാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകളുണ്ടായിട്ടുണ്ട്. കുട്ടികളെ ഇങ്ങനെയല്ല വളർത്തേണ്ടുന്നത്, ഈ സാധനങ്ങളെ കൊടുത്തിട്ടല്ല വളർത്തേണ്ടത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അതായത് ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്കിന് എല്ലാ ആളുകളും വളരെ ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. അതായത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഫ്രീഡം കൊടുക്കുന്നതാണ് വലിയ പ്രശ്നമെന്നുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ഈ ഫ്രീഡം കൊടുക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ഈ പേരൻസ് ആണെങ്കിലും ഈ പറയുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളെ ഫ്രണ്ട്ലി ആയിട്ട് കാണണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീഡം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. അവിടെയാണ് പ്രശ്നം. ഈ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നത് ഏത് രീതിയിൽ കൊടുക്കണം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ആ സാധനത്തെ പറ്റിയിട്ട് ആലോചിക്കാറാണ് നിങ്ങൾ ഈ പറയുന്ന ഫ്രീഡം കൊടുക്കുകയാണ് അല്ലെങ്കിൽ കുട്ടികളെ അടിച്ചും പിടിച്ചും ഒക്കെ വളർത്തണം എന്നൊക്കെ നിങ്ങൾ പറയുന്ന സാധനം ഉണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ അതിനൊരു എക്സാമ്പിൾ പറയാണ്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ്. നമുക്കിവിടെ എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. കാരണം എന്താണ്? നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് ഈ ഒരു രാജ്യത്തുള്ളൂ. അതായത് ഈ ഒരു സ്വതന്ത്ര രാജ്യത്തും നിയമത്തിൽ പറയുന്നത് പ്രകാരമുള്ള അല്ലെങ്കിൽ അത്തരം നിയമത്തിന്റെ നിയന്ത്രണങ്ങളുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമായിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ ഈ ഒരു പേരൻസ് എന്താണ് കൊടുത്തത്? പോയി തല്ലിയിട്ട് വാടാ, അവനെ ഈ സാധനം കൊണ്ട് പോയി എടുത്തിട്ട് വാടാ, ഇങ്ങനെയാണോ അവിടെ പറയേണ്ടത്? അപ്പോൾ ഈ പേരൻസ് ഇവന്മാർ കുറ്റക്കാരല്ലേ? ഈ പുന്നാര മക്കള് ഒരു പയ്യന്റെ ജീവനല്ലേ കടന്നേക്കുന്നത്. ഇവന്മാരൊന്നും കണ്ടേക്കുന്നതിന്റെ പകുതി പോലും ആ ഒരു ലോകം ആ ഒരു പയ്യൻ കണ്ടിട്ടില്ല. ആ പയ്യന്റെ ലോകം ഇല്ലാണ്ടാക്കിയില്ലേ? അപ്പോഴും ഈ ഒരു കേസിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വന്ന ആ പ്രതികളുടെ പേരൻസിന് ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഷഹബാസും അല്ലെങ്കിൽ ഈ പ്രതികളായിട്ടുള്ള ഇവരും ഒന്നും ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ ആ ഒരു പ്രോഗ്രാമിൽ എത്തിയില്ലായിരുന്നു എന്നുള്ളത് ഈ ഒരു ട്യൂഷൻ സെന്ററിനെ ആണെങ്കിൽ ഓണർ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് കൂടെ ഇങ്ങോട്ട് വെക്കാം. നമ്മൾ തന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഓക്കെ, എല്ലാ വിദ്യാർത്ഥിയും വീട് പോകാൻ പറഞ്ഞു. മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇതിൽ പെട്ട ഒരു 5 പേരുണ്ട്. അവരെ ടീച്ചേഴ്സ് തന്നെ ഞങ്ങൾ സ്വന്തം കാറിൽ അവരെ വീട്ടിൽ ഇറക്കി ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. പിള്ളേരോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വിഷയം ഉണ്ടായി, ഇനി നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പോലെ സംഘർഷം നടക്കും. അതുകൊണ്ട് 2 വിഭാഗത്തിൽപ്പെട്ട ഈ 5 കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ വരേണ്ടതില്ല, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഓഫീസിലേക്ക് വിളിച്ചാൽ മതി, നമുക്ക് ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മൾ ക്ലിയർ ചെയ്തതാണ്. വ്യാഴാഴ്ച ഈ പറഞ്ഞ സംഘർഷത്തിൽ അന്ന് സംഘർഷത്തിൽപ്പെട്ട 2 വിഭാഗം കുട്ടികൾ വന്നിട്ടില്ല സാർ. ഓ അത് ശരി. ഈ നിങ്ങൾ വീട്ടിലിറക്കി വിട്ട 5 കുട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല? വീട്ടിൽ ഇറക്കി വിട്ട പിള്ളേരും വന്നിട്ടില്ല. ഇന്നലെ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത പിള്ളേരും വന്നിട്ടില്ല. ഓക്കെ, ഈ പ്രശ്നത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ട്യൂഷൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ പ്രശ്നത്തിലുണ്ടായിരുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യാഴാഴ്ചത്തെ വഴക്കിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഈ ഷഹബാസും ഈ ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, ആൻഡ് ഈ ഷഹബാസിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഈ വിളിച്ചുകൊണ്ട് പോയ സുഹൃത്തുക്കൾ ഇതിനകത്ത് പ്രതിയായിട്ടുള്ളവർ അല്ലാത്ത ആൾക്കാർ ഒന്നും അന്നത്തെ ദിവസമാണെങ്കിൽ വഴക്കിലുണ്ടായിരുന്ന ആളുകളല്ല. ഓക്കെ, അപ്പം ഈ വഴക്കിലല്ലാത്ത ആൾക്കാർ വെളിയിൽ നിന്ന് വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ ചേട്ടന്മാർ അല്ലെങ്കിൽ ഈ പയ്യന്മാർ മാത്രമല്ല, ഈ അച്ഛൻ പറയുന്നത് പ്രകാരമുള്ള മറ്റാരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇനി ഈ അച്ഛൻ പറയുന്ന ബാക്കി കാര്യങ്ങളോട് ഞങ്ങോട്ട് വെക്കാം. സംവിധാനത്തിലുണ്ട്. കണ്ട കാഴ്ചക്കാരായത് അവർക്കും പറയാൻ പേടിയുള്ളത് കൊണ്ട് ആരും പുറത്ത് പറയുന്നില്ല. ഇവർ സംഘം ചേർന്ന് അവരെ പോയി ആക്രമിക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. മക്കളെ വളർത്തിക്കൊണ്ട് അവരും അതുപോലെ ആവട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് പറഞ്ഞത്, ഈ പറയുന്ന കുട്ടികളുടെ പേരൻസ് എന്ന് പറയുന്നത് ഗുണ്ടകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടീംസ് ആണെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരാകുമ്പോൾ ഇവരാണെങ്കിൽ 2-3 തവണ ഈ പറയുന്ന നാട്ടുകാരെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇതിനകത്താണെങ്കിൽ ഇവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ട് സംസാരിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് ഭയമാണ്. കാര്യം നാളെ ഇനി ഇവരെ പറ്റിയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രശ്നമല്ല, ഇവന്മാർ ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ വലിയ പ്രശ്നമില്ലാതെ തരക്കേടില്ലാത്ത രീതിയിൽ കേസ് ക്ലോസ് ആയിപ്പോകും. അപ്പം ഇവർക്ക് പറയാൻ തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടാവും അല്ലെ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി അച്ഛൻ പറയുന്ന ബാക്കി ഈ ഒരു ഉപ്പ പറയുന്ന ബാക്കി കാര്യങ്ങൾ വെക്കാം. ഒരാൾ എന്നെ വിളിച്ചിരുന്നു, നിന്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു, അവൻ അതിലില്ലാത്ത നിരപരാധിയായ കുട്ടിയായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇത് ഇങ്ങനത്തെ ഈ മാരകായുധം പിള്ളേരെ കൈ കൊടുത്ത് വിട്ടിട്ട് ഈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ആസൂത്രമായിട്ടാണ് ചെയ്തത്. ഇത് ഓക്കെ, ഈ ഉപ്പേനെ ആണെങ്കിൽ വേറൊരാളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു പ്രതിയായിട്ടുള്ള ഒരു പയ്യൻ്റെ ആണെങ്കിൽ അച്ഛൻ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ളത്. അത് ഇവർക്കറിയുന്നതിൽ എന്താണ് പ്രാധാന്യം ഇരിക്കില്ല, അങ്ങനെ ഒരു പറയുന്നതിൽ എന്താണ് പ്രാധാന്യം ഇരിക്കുന്നത്? അത് ആ പയ്യന്മാരല്ലേ ആ ചെയ്തവർ പറയേണ്ടുന്ന ഒരു ഡയലോഗ് അല്ല, അയ്യോ അവരുണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല, അല്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നല്ലേ പറയേണ്ടത്. അപ്പം ഇവിടെ ആ ഒരു പ്രതിയുടെ ഒരു പയ്യൻ അച്ഛൻ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കും ഇതിൽ പങ്കില്ലേടെ. അപ്പം ഇദ്ദേഹം പറയുന്നത് പ്രകാരമുള്ള അല്ലെങ്കിൽ ആ പയ്യനെ മർദ്ദിച്ചതിൽ ഈ പറയുന്ന ആ വെറും പ്രതികളായിട്ടുള്ള കുട്ടികൾ മാത്രമാണോ ഉള്ളത്?
അല്ലെങ്കിൽ ആ ക്രൂരന്മാർ മാത്രമാണോ ഉള്ളത്? ഈ പറയുന്ന അവന്മാരുടെ അച്ഛനെന്ന് പറയുന്ന ഈ ഗുണ്ടകളായിട്ടുള്ള ഇവന്മാരും ഉണ്ടാവില്ലേ? ഇനി ബാക്കി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവന്മാർ ഈ പയ്യൻ ഈ പറയുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന്നത്തെ വഴക്ക് കഴിഞ്ഞിട്ട് ഇവന്മാർ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ പറയുന്ന പയ്യന് ഇങ്ങനെ സീരിയസ് സിറ്റുവേഷൻ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഇവന്മാർ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ഇവന്മാർ ഇട്ടേക്കുന്ന വോയിസ് നിങ്ങൾ ഓൾറെഡി കേട്ടുള്ളതായിരിക്കും, എന്നാലും ഞാനത് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പിന്നെ ഫഹദേ, ഞാൻ എന്നൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് കേട്ടില്ലേ? കേസ് തള്ളിപ്പോവും. കാര്യം അവന്മാരെ ഇങ്ങോട്ട് വന്ന കാര്യം ഇവർ സ്റ്റുഡൻസ് ആണ്. ഇവന്മാർ ഈ പറയുന്നില്ലേ, ഈ കുറേ ആൾക്കാർ ഇവന്മാരെ കണ്ടില്ലേ, ഇവന്മാരുടെ ദാർഷ്ട്യം കണ്ടില്ലേ, ഇവന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ? ഇവരെ ഇങ്ങനെ അഹങ്കാരികളാക്കിയത് ആരാണ്? നിങ്ങൾ ഇവരെ ഇവന്മാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ, ഇവരെ ഇങ്ങനെ ആക്കിയതാരാണ്? ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാൽ അവന് കിട്ടുന്ന ശിക്ഷ എത്രത്തോളമാണ്? അല്ലെങ്കിൽ ഇവിടെ ഓരോ കേസുകളിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ശിക്ഷാവിധി അല്ലെങ്കിൽ എന്താ പറയുക വിധി വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇത് കണ്ടു വളരുന്ന അവന്മാർക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു ചിന്ത തന്നെയല്ലേ, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ മൈനറാണ്, ഞങ്ങൾക്ക് എന്തായാലും ഇത്ര ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ. അത് അവന്മാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് അവന്മാർ ഈ പറയുന്ന അല്ലെങ്കിൽ അവന്മാർ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനെ വെല്ലുവിളിക്കുന്നൊരു സാധനമാണ്. അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോഴും അത് വളരെ മനസ്സിലാക്കിയിട്ട് ഒരു മറ്റൊരുത്തൻ്റെ ജീവൻ എടുക്കുന്ന ഈ പുന്നാര മക്കളെ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഈ എന്തായാലും ഇവന്മാരെ ഇനി എന്തായാലും ജയിലിലോട്ട് വിട്ടിട്ട് അല്ലെങ്കിൽ ഇവന്മാരെ ഇനി പരീക്ഷയൊക്കെ എഴുതിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള പരിപാടി തന്നെയാണ് ചെയ്യേണ്ടത്. കാര്യം നിയമത്തിനെ ഇത്രയും കോമാളിയാക്കുന്ന ഇവന്മാരുടെ അടുത്ത് അതല്ലേ കാണിക്കേണ്ടത്? നിയമത്തെ ഭയമായിരിക്കും. ഒരു ഇരുട്ട് വാക്കിന് മറ്റാരെങ്കിലും പോയിട്ട് ഇവന്മാരൊക്കെ ഉള്ള പണി തീർത്ത് കഴിഞ്ഞാലോ? അതിലിപ്പം ഇവന്മാർ പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ലേ വരുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവനിട്ടേക്കുന്ന ഒരു വോയിസോടെ അങ്ങോട്ട് വെക്കാം. മോനെ എല്ലാം കഴിഞ്ഞല്ലേ. പിന്നെ ഈ ഷാബാസിനെ പറഞ്ഞില്ലേ, ഷാബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയേണ്ടി, എനക്കൊന്നും ഇല്ലാന്ന് തന്നെ പറയേണ്ടി. ഇവൻ എന്തേ തടപ്പിന് തല്ലൊന്നും അറിയൂലേ. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ട് തന്നെയല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചപ്പോൾ തല്ലിനെ ചത്തു പോയി. എന്തേ തടവാൻ ഒന്നുമില്ല. ഞങ്ങളൊരു 5 ആൾ, ഓല് പരുന്നറമ്പ് സ്കൂള്, മറ്റേ MJ എല്ലാവരും ഒരു 50 ആൾക്കാർ, 30-40 ആൾക്കാർ, ഞങ്ങൾ ഒരു 5 ആൾ. എന്ത് ചെയ്തു ഇവൻ ഇതിനകത്ത് ഈ പറയുന്ന ഗ്രൂപ്പിൽ മാസ് അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ അറിയത്തില്ല. ഞാൻ ഒറ്റ ഇടിക്ക് പോലെ അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇടിച്ചപ്പോൾ തന്നെ അവൻ ഇത്ര ആയോ എന്ന് പറയുന്നത് ചിലപ്പോൾ മാസ് അടിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. അല്ലെങ്കിൽ ഇവൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ പയ്യന് ഇപ്പം നേരത്തെ ആ ഒരു ഉപ്പ പറഞ്ഞ പോലെ ആ ഒരു ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഈ പയ്യന് ഇങ്ങനെ ഈ ഇത്രയും ബ്രൂട്ടലായിട്ട് അവന് ആ ഒരു ഇടി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ മറ്റാരെങ്കിലും ഇടിച്ചിടിയായിരിക്കാം. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇവന്മാരുടെ കൂട്ടത്തിലുള്ള ചിലവന്മാരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കുന്നതാണ്. അതായത് കണ്ണടച്ചാൽ എൻ്റെ ഈ ചിരിയാണ് കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ സ്റ്റോറി കിട്ടുന്ന നിനക്കൊക്കെ ലേശം ഉളുപ്പുണ്ടോ? ഈ പ്രശ്നം ഉണ്ടാകുമ്പം അല്ലെങ്കിൽ ഇത് ഉണ്ടാവാണ്ടിരിക്കാനെ കൊണ്ട് നിനക്കൊക്കെ ഇടയ്ക്കോ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞു മാറിപ്പോയി ഇത്തരത്തിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് എന്താണ് പ്രയോജനം? എന്താണ് നഷ്ടപ്പെട്ടു? ഇനി എന്താണ് പറഞ്ഞിട്ട് കാര്യം? എന്താണ് ഈ പുന്നാര മക്കളെ ഉണ്ടല്ലോ ഇപ്പം മാസ് അടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെങ്കിലും ഇപ്പം ഇത്രയും ഇവന്മാരെയാണെങ്കിൽ നല്ല പണി അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ഒരാളും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ ഇവന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കൃത്യങ്ങൾ ചെയ്തിട്ടും ഒരു കൂട്ടത്തിലാണ് ഓക്കെ സംഭവിച്ചു പോയതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണേൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അപ്പോഴും ഇവൻ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഇവന്മാർ പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ, എടാ അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ കൊല്ലും എന്നുള്ള രീതിയിൽ ഇവനൊക്കെ പറഞ്ഞെങ്കിൽ അത്രയ്ക്കുള്ള അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ട് ഇവന്മാർക്ക് ഉണ്ടാവൂലേ? അങ്ങനെ ആ ഒരു ബാക്ക് സപ്പോർട്ടും വെച്ചിട്ട് ഒരു തന്നെ ജീവൻ ഇല്ലാണ്ടാക്കാന്നുള്ള ഇവനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ വളരെ എന്താ പറയുക ഇവൻ്റെയൊക്കെ ഭാവി ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണം. ഇപ്പോൾ അവന്മാരൊക്കെ ആണെങ്കിൽ അതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പറയുന്നതായിട്ട് കേൾക്കുന്നത്. എന്തിന് അത് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിന് മുമ്പ് ഇവന്മാർ ഈ രീതിയിലുള്ള പ്രവർത്തികൾ ബാക്കിയുള്ള 8ാം ക്ലാസ്സിലെ പിള്ളേരോടോ 9ാം ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും വഴക്കാണെന്നുള്ളതിലൊക്കെ നമ്മളിങ്ങനെ ബാക്കി കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി കുറേ ആൾക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സംസാരിച്ചതിൽ മറ്റൊരു കാര്യമായിരുന്നു പറഞ്ഞത്, അതായത് ലഹരിയുടെ കേസ്. ഇപ്പോൾ യുവതലമുറ ആണെങ്കിൽ ലഹരിയുടെ പിന്നാലെയാണ്, ലഹരിയൊക്കെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ പറയുന്ന പോലെ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അവരുടെ മാത്രം കുറ്റമാണോ? ഇപ്പോഴും കുറേ ഫൂളിഷ്നസ് കുറേ അവയർനെസ് കൊടുക്കണം. എൻ്റെ അടുത്ത് ആ സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്, നീ ഈ വീഡിയോക്കകത്തോടൊക്കെ നിങ്ങളല്ലേ പറയേണ്ടത്, അതായത് ഇതിനൊരു അവയർനെസ് ആയിട്ട് ലഹരിക്കെതിരെയൊക്കെ സംസാരിക്കേണ്ടതൊക്കെ നിങ്ങളല്ലേ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിന്? ഇവിടെ 2010 ഈ പറയുന്ന പോലെ അവയർനെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബോധവൽക്കരണം എന്ന് പറഞ്ഞ് നടത്തുന്ന സാധനം നടത്തിയിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചില ഉപകാരങ്ങൾ ഉണ്ടായേനെ. ഇതിപ്പോൾ 2025 ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുക, അത് ഉപയോഗിക്കരുത് ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നടക്കുന്ന കാര്യമാണ്. ഒരു പരിധി വരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഓക്കെ ഇവൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക എന്ന് ചിന്തിക്കുമായിരിക്കും. അപ്പോഴും ബാക്കി അവരപ്പുറത്ത് കുറേ ആൾക്കാർ കിടപ്പില്ലേ. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ സിസ്റ്റം എന്താണ് ചെയ്യേണ്ടത്, ഈ തലവനുണ്ടല്ലോ ഇവിടെ സാധനം ഇവിടെ ഇറക്കുന്നവൻ അവനെ പൂട്ടാൻ പറ്റണം. അവനെ പൂട്ടാൻ പറ്റാത്ത ഈ പറയുന്ന നമ്മുടെ സിസ്റ്റമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ബാക്കി നമ്മളെ എല്ലാവരുടെയും കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാനെ കൊണ്ട് പറയുന്നത്. ഈ സാധനം അടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യോ? ഫോർ എക്സാമ്പിൾ ഈ സിഗരറ്റിന്റെ പാക്കറ്റിലാണെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്നെയല്ലേ ഈ പറയുന്ന സിഗരറ്റ് എടുത്ത് വലിക്കുന്നത്. അപ്പം ഈ പറയുന്ന സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ അവയർനെസ് ബോധവൽക്കരണം കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഈ പറയുന്ന സിഗരറ്റ് ഏത് കടയിൽ നിന്നാണോ വാങ്ങുന്നത് ആ കടയിൽ എത്താണ്ടിരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്കിത് വലിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും സാധനം കിട്ടൂലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ തന്നെ പറയണം, ഒരിക്കലും ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള സാധനങ്ങൾ, മാരകമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. കാരണം വലിയ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സ്വന്തം അമ്മയും പെങ്ങളും പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടെത്തിക്കും. സോ ദയവേത് നമ്മൾ പറഞ്ഞില്ല എന്നുള്ളത് വേണ്ട, ദയവേത് നിങ്ങളതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി, ബൈ.